Hi everyone. CA students നിർബന്ധമായിട്ട് അറിയേണ്ട ചില കാര്യമുണ്ട്. അതിലൊന്നാണ് ആർട്ടിക്കിൾഷിപ്പ്. ഈ ആർട്ടിക്കിൾഷിപ്പ് ടൈം നിങ്ങളുടെ കരിയറിനെ തന്നെ നന്നായിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല സമയമാണ്. So make the most of this time. Hi everyone, I'm Amit. I'm back with another video on the channel ComradeCA. Those who are here for the first time, you're watching YouTube channel ComradeCA. This video has relevant videos on CA preparation tips, basic finance videos, motivational videos, and some vlogs. The idea behind making these videos is to make a great impact in your journey, in your CA journey. Before we start on with this video, I have made a video on CA Articleship. What is it? How to choose it? And what is the right mindset behind choosing it? And how it will help in your career. Further to that, this is a continuation video to that video. And in case if you have missed out on that video, please go and check that video. I'll just put the link in the description below. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ കവർ ചെയ്യാൻ പോകുന്നത് ചില ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് that will help you get most of your CA articleship period. I also wish that ഈ പറഞ്ഞ പോയിന്റ്സ് എനിക്ക് ആർട്ടിക്കിൾഷിപ്പ് പീരിയഡ് ടൈമിൽ ആരെങ്കിലും സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ മച്ച് ബെറ്റർ. ബട്ട് ഇറ്റ്സ് എ സ്ലോ എവല്യൂഷൻ. എന്തായാലും 2-3 പോയിന്റ് എനിക്ക് തീർച്ചയായിട്ടും അറിയായിരുന്നു. Then I did my research on YouTube channel as well as some articles that I have read. Then I came to know ഇതൊക്കെ points taken care ചെയ്തു കഴിഞ്ഞാൽ you will have a strong foundation on your CA articleship and that will help you shape up your career. ഇതിനെ ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വെരി വെൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക വിത്ത് അതേഴ്സ് ഇഫ് യു ഫൈൻഡ് ദിസ് വീഡിയോ വെരി യൂസ്ഫുൾ. അപ്പോൾ നമുക്ക് ആർട്ടിക്കിൾഷിപ്പ് ടിപ്സ് എന്തായാലും വേഗത്തിൽ തുടങ്ങാം. ഫസ്റ്റ് ഈസ് ബീങ് ഓർഗനൈസ്ഡ്. ആദ്യത്തെ പോയിന്റ് എന്ന് വെച്ചാൽ സ്റ്റേയിങ് ഓർഗനൈസ്ഡ് ആണ്. വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻ യുവർ ആർട്ടിക്കിൾഷിപ്പ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനുള്ള ബെസ്റ്റ് ഉത്തരം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വീക്ക്ലി ട്രാക്കർ മെയിൻറ്റെയിൻ ചെയ്യാം. ഞാൻ ഈ പോയിന്റ്സ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പം എന്താണ് ഈ പോയിന്റ്സ്, എന്തൊക്കെയായിരുന്നു ഡിസഡ്വാൻറ്റേജസ്, ഹൗ ഡിഡ് ഐ ഡു ഇറ്റ്, വാട്ട് യു ഹാവ് ടു ഡു ഓൺ ദിസ് പോയിന്റ് ആൻഡ് ഹൗ യു ക്യാൻ ഡു ആൻഡ് ഹൗ ഇറ്റ് വിൽ ഇംപ്രൂവ്. ഈ പറഞ്ഞൊരു പാറ്റേണിലാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. വീക്ക്ലി ട്രാക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത് ലോങ് ബുക്കിലായിരുന്നു. ലോങ് ബുക്കിൽ രജിസ്റ്ററിൽ. ഇതൊരു ക്ലിയർ വേസ്റ്റ് ഓഫ് ടൈമാണ്. ഞാൻ എൻ്റെ ട്രാക്ക് ലൂസ് ഔട്ടായി ആ ലോങ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ തന്നെ ബെസ്റ്റ് വേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സൽ ഷീറ്റിൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ എവിടെയാണ് എന്താണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സാമ്പിൾ ആർട്ടിക്കിൾഷിപ്പ് ട്രാക്കർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഒരു ആർട്ടിക്കിൾഷിപ്പ് വീക്ക്ലി ട്രാക്കർ സാമ്പിൾ. ഇതിനകത്ത് ആഴ്ച എന്താണ്, ആഴ്ചയുടെ തുടക്കം, ആഴ്ചയുടെ അവസാനം, എന്ത് ഏരിയ ആണ് നിങ്ങൾ പഠിക്കുന്നത്, പിന്നെ എന്ത് ഏരിയ ആണ്, ഏത് ആൾക്കാരുമായിട്ട് ഏതൊക്കെ ക്ലയൻസുമായിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഒരു കോളം, പിന്നെ ഡെവലപ്മെൻറ്റ് ഏരിയാസ് ആൻഡ് അച്ചീവ്മെൻറ്റ് ഏരിയാസ് നിങ്ങൾ മെൻഷൻ ചെയ്യും. ഈ 2 കോളം എന്തായാലും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. ദാറ്റ് ഈസ് ഡെവലപ്മെൻറ്റ് പോയിന്റ്സ് ആസ് വെൽ ആസ് യുവർ അച്ചീവ്മെൻറ്റ്. ഓക്കെ, കുറച്ച് മാസങ്ങൾക്ക് ശേഷം നിങ്ങൾ തിരിച്ചു വന്നിട്ട് ഈ വീക്ക്ലി ട്രാക്കർ തന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എന്തൊക്കെയാണ് പർട്ടിക്കുലർ ക്ലയൻറ്റ് അല്ലെങ്കിൽ പർട്ടിക്കുലർ വർക്ക് പീരീഡിൽ നിങ്ങൾ ജോലി ചെയ്തത്, എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് വളരെയധികം കോംപ്ലിക്കേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ബേസിക് വൺ ഇനഫാണ്. ഇതൊരു ബേസിക് സാമ്പിളിൻ്റെ ഒരു ബേസിക് സാമ്പിളാണിത്. നിങ്ങൾക്ക് എന്തായാലും ഇത് റെഫ്ലക്ട് ചെയ്യാം. ഇൻഫാക്ട് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ബേസിക് ട്രാക്കർ ഈ ഫോർമാറ്റ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ താഴെ വയ്ക്കാൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതേ ഫോർമാറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യും. ഇതേ ട്രാക്കറിൽ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ട്രാക്കറിൽ നിങ്ങൾ ഒരു ക്ലയൻറ്റിൻ്റെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഏതൊക്കെ ക്ലയൻസിൻ്റെ കൂടെയാണ് നിങ്ങൾ വർക്ക് ചെയ്തത്. ഫോർ എക്സാമ്പിൾ സാമ്പിൾ ഞാൻ കാണിക്കുകയാണ്. ദാറ്റ് മീൻസ് മന്ത്, ഇയർ, ഏത് ക്ലയൻറ്റിൻ്റെ പേര്, ഏത് ഏരിയാസിലായിരുന്നു നിങ്ങൾ വർക്ക് ചെയ്തത്. ഇതിൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക. ഏതൊക്കെ ഏരിയാസിലാണ്, ഏതൊക്കെ ക്ലയൻസുമായിട്ടാണ് നിങ്ങൾ ജോലി ചെയ്തത്, അവിടെ എന്തൊക്കെയാണ് പഠിച്ചത് ആൻഡ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തത്. ഇതുകൊണ്ടുള്ള ഒരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ എക്സ്പെർട്ടൈസ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയായിരുന്നു ഞാൻ ചെയ്തത്, എക്സ്പെർട്ടൈസ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഒരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആദ്യത്തെ വർഷം ആർട്ടിക്കിൾഷിപ്പിൻ്റെ ആദ്യത്തെ വർഷത്തിൽ തന്നെ നിങ്ങൾ ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ചില ഏരിയാസ് നിങ്ങൾക്ക് വീണ്ടും അതേ ജോലി തന്നെ വീണ്ടും റിപ്പീറ്റേറ്റീവായിട്ട് പിന്നെയും ചെയ്യേണ്ട അവസ്ഥയുണ്ടാവും.
അപ്പോൾ ഒരു പോയിന്റ് ഓഫ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും അതിനകത്ത് എക്സ്പേർട്ട് ആവും ആ ഏരിയാസിൽ. അപ്പോൾ നിങ്ങൾ സീനിയറിൻ്റെ അടുത്ത് ഇത് കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ സീനിയറിൻ്റെ അടുത്ത് എന്തായിട്ടും പോയിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട് ദാറ്റ് you want work on bigger areas or കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ അധികം സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്ന ഏരിയാസിൻ്റെ മുകളിൽ നമുക്ക് വർക്ക് ചെയ്യണം. ഒരു സപ്പോർട്ട്, ഒരു റിക്വസ്റ്റ് നിങ്ങൾ വെക്കണം. ആൻഡ് അത് നിങ്ങളെ വീക്ക്ലി ട്രാക്കറിൽ എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ കൊണ്ടു നടക്കുമ്പോൾ ഇത് എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് ഈസ് ടു മെയിൻറ്റെയിൻ എ ടു ഡു ലിസ്റ്റ്. ഇത് ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്, എൻ്റെ ഫേവറേറ്റ് പോയിന്റും കൂടിയാണ്. രാവിലെ എത്തിക്കഴിഞ്ഞാൽ, ജോലി സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യം ചെയ്യുന്നത് ഞാൻ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കും. ടാസ്ക് എന്താണ് ഒരു ദിവസത്തിൽ ചെയ്യാനുള്ളത്. ആ ടാസ്ക് രാവിലെ തന്നെ തുടങ്ങുന്നതിന് മുന്നേ കഴിഞ്ഞ ദിവസം ഞാൻ വിട്ടുപോയ എന്തൊക്കെയായിരുന്നു എൻ്റെ ലിസ്റ്റിൽ ഞാനൊന്ന് റിവ്യൂ ചെയ്തെടുക്കും. അതിനകത്ത് എന്തെങ്കിലും പെൻഡിങ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് പ്രീവിയസ് ഡേന്ന് കറണ്ട് ഡേറ്റിലേക്ക് ഞാൻ എടുക്കും. അങ്ങനെ ഞാനൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കും വിത്ത് ഹെൽപ്പ് ടു ട്രാക്ക് വാട്ട് ആർ the activities that I have to do for today. ഫോർ എക്സാമ്പിൾ ഞാനിടുമ്പോൾ ജസ്റ്റ് ഇമെയിൽ റിപ്ലൈ ആയിരിക്കും, ചില ബാങ്ക് റീകൺസിലേഷൻ, ചില പോയിന്റ്സ് എന്തൊക്കെയാണ് മിസ് ഔട്ട് ചെയ്തിട്ടുള്ളത് ഇന്നലത്തതും ഇന്ന് എന്തൊക്കെയാണ് എനിക്ക് ചെയ്യാനുള്ള ആ പോയിന്റ്സും കൂടി എഴുതി വയ്ക്കും. ഓക്കെ, ഫോർ ദ ഡേ. ആൻഡ് വൺസ് ഇറ്റ് ഇസ് കംപ്ലീറ്റ്, ഈ ടാസ്ക് ഫുള്ളായി കംപ്ലീറ്റ് ചെയ്യില്ല, അല്ലെ ചില പോയിന്റ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിനപ്പോൾ ഒരു 5-6 പോയിന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഗീവ് എ ടിക്ക്. ആ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻ്റ് ആണ്. ഓക്കെ, ചില കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു എന്നത്. അല്ലെങ്കിൽ എല്ലാം തൊട്ടു എവിടെ അവസാനിച്ചാൽ അങ്ങനെ ഒരു അവസ്ഥ വരാതെ ഓരോന്ന് ഫോക്കസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് നല്ലൊരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻ്റ് ആണ് എന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾക്ക് പറയാം. ഓക്കെ, ദാറ്റ് വാസ് ദി സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ്, ആസ്ക് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇത് ഞങ്ങൾ ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലത്തും ഞങ്ങൾ അറിയുന്ന ഒരു കാര്യമാണ്. സ്റ്റുഡൻസ് ആയി കഴിഞ്ഞാൽ ധാരാളം ചോദ്യം ചോദിക്കണം. സ്റ്റുഡൻസ് ആയാൽ മാത്രമല്ല ആരായാലും നിങ്ങൾക്കൊരു കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഇത് ചോദ്യങ്ങൾ ചോദിക്കുന്നത് വളരെയധികം അത്യാവശ്യമാണ്. അതിന് ചില പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ ഉണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രാക്ടിക്കൽ ലൈഫിൽ ഞങ്ങൾക്ക് എന്തൊക്കെയാണ് ഫേസ് ചെയ്യുന്നത് അതും നോക്കാം. അപ്പം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു മസ്റ്റ് ആസ്ക് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. വൈ? ടു ഗെറ്റ് എ ക്ലാരിറ്റി. ഏതെങ്കിലും ഒരു ടാസ്കോ ഒരു പ്രൊജക്റ്റോ നിങ്ങൾക്ക് അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മേക്ക് ഷുർ ദാറ്റ് യു ആർ ക്ലിയർ ഓൺ വാട്ട് നീഡ്സ് ടു ബി ഡൺ, ഹൗ യു ആർ ഗോയിങ് ടു ഡു. അത് ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്ത് ഇമ്പാക്റ്റ് ആണ് ഓവറോൾ വർക്കിൻ്റെ മുകളിൽ ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പം ഒരു ചോദ്യം സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ അല്ല, എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കും. ഓക്കെ, ഇത് പറയാൻ വളരെ എളുപ്പമാണ് അല്ലേ, എന്ത് ചോദ്യം വേണമെങ്കിൽ ചോദിക്കുക എന്നുള്ളത്. പക്ഷേ ചോദ്യം ചോദിച്ച് തുടങ്ങുമ്പോഴാണ് അതിൻ്റെ കാര്യങ്ങൾ അറിയാം. അതും ഞാൻ പറയും. സോ ആസ്ക് ആസ് മെനി ക്വസ്റ്റ്യൻ ആസ് യു ക്യാൻ, ബിക്കോസ് only if you are able to understand what exactly you are required to do, നിങ്ങൾക്ക് എന്താണ് എക്സാക്ട്ലി ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള മിസ്കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ യു ആൻഡ് റെസ്റ്റ് ഓഫ് ദ ടീം ക്യാൻ ബി അവോയ്ഡഡ്, ക്യാൻ ബി റെഡ്യൂസ്ഡ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും വീണ്ടും ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ് എനിക്ക് മനസ്സിലായിട്ടില്ല. പ്രാക്ടിക്കലി നമ്മൾ ഒരു കാര്യങ്ങൾ ഒരാളോട് ചോദിച്ചതിന് ശേഷം അയാൾ അതിനായിട്ട് മനസ്സിലായോ എന്ന്, അവർ അതിനുള്ള ഉത്തരം പറഞ്ഞ് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പം വീണ്ടും ഞങ്ങൾക്കത് മനസ്സിലായില്ല, ഞങ്ങളൊന്നും കൂടി ചോദിച്ചു കഴിഞ്ഞിട്ട് എന്നിട്ടും ഞങ്ങൾക്ക് മനസ്സിലായെന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ തന്നെ ഉള്ളിൽ കൺക്ലൂഡ് ചെയ്യും, ശരി അവർ 2-3 പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടും എനിക്ക് മനസ്സിലായില്ല, ഞാൻ ഡംപാണോ, ഇങ്ങനെയുള്ള ചില പ്രിസംഷൻസ് ഞങ്ങൾ എടുക്കും. അല്ലെങ്കിൽ അവർ തന്നെ ചിലപ്പോൾ ആൻസർ രണ്ടാമത് പറയുമ്പോൾ തന്നെ അവർ വോയിസ് ഒക്കെ ടോണൊക്കെ മാറുന്നതായിട്ട് നമുക്ക് തുടങ്ങും. അപ്പോഴത്തേക്ക് തന്നെ നമ്മൾ ഈ പറഞ്ഞ ഇൻ്റർപ്രിട്ടേഷനിലേക്ക് എല്ലാ പ്രിസംഷനിലേക്ക് വരും. ഇൻസ്റ്റെഡ് അങ്ങനെ വരുന്നതിന് മുന്നേ അങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ 2-മതും 3-മതും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ചോദിക്കുന്ന രീതി മാറ്റണം. നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എന്താണ് മനസ്സിലായെന്നുള്ളത് ഞാൻ പറയാം, ക്വിക്ക്ലി അങ്ങനെ പറയാം, എനിക്ക് എന്താണ് മനസ്സിലായെന്നത് പറയാം. അത് ക്ലിയർ ആയിട്ട് അവരുടെ അടുത്ത് പറയാം. എന്നിട്ട് ഇത് ശരിയാണോ അല്ലയോ എന്ന് പറയണം. ദിസ് ഈസ് വാട്ട് ഐ ഗോട്ട് ടു അണ്ടർസ്റ്റാൻഡ്, ആം ഐ കറക്റ്റ് ഓർ നോട്ട്, ഇഫ് നോട്ട് കറക്റ്റ് ജസ്റ്റ് കറക്റ്റ് മീ. അപ്പോൾ അങ്ങനെയാകുമ്പം അത് മറ്റേ പേഴ്സൺ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന പേഴ്സണിന് തന്നെ ക്യാൻ ഹെൽപ്പ് യു.
ടു റീഫ്രെയിം ഇറ്റ്. മേ ബി അവരതിനെ റീഫ്രെയിം ചെയ്തിട്ട് വീണ്ടും നിങ്ങൾക്ക് ബെറ്റർ വേയിൽ ആ ഒരു തരത്തിലല്ലാതെ വേറെ ഒരു തരത്തിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ കറക്റ്റ് ചെയ്ത് പറഞ്ഞത് അതിന് നിങ്ങൾ അപ്ലോഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, സോ കണ്ടിന്യൂ ടു ആസ്ക് യുവർ ക്വസ്റ്റ്യൻസ് ടു ഗെയിൻ ക്ലാരിറ്റി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ടു റെഡ്യൂസ് എനി കൈൻഡ് ഓഫ് മിസ്കമ്മ്യൂണിക്കേഷൻ. നാലാമത്തെ പോയിന്റ്, ബിൽഡ് നോളേജ് ഓൺ ഡിഫറെൻറ്റ് ഏരിയ ഓഫ് വർക്ക്. ഓക്കെ, ഞാനിപ്പോൾ ഈ ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് പറയുന്നത്. ഞാനിവിടെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പം അത് നിങ്ങൾക്കറിയാം എന്തായാലും റിപ്പിറ്റേറ്റീവ് ആയിരിക്കും. എന്തെങ്കിലും ഒരു കാര്യം എന്ന് ഉദ്ദേശിക്കുന്നത് ആർട്ടിക്കിൾഷിപ്പിൻ്റെ ഫൗണ്ടേഷൻ തുടങ്ങി വരുന്നേരം ചില വർക്ക് ഏരിയ എന്തായാലും റിപ്പിറ്റേറ്റീവ് ആണ്, അത് മോണോട്ടോണസും ആയിരിക്കും. അത് ഡിഫറെൻറ്റ് പ്രൊജക്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലയൻറ്റ് പരമായിട്ട് കഴിഞ്ഞാൽ എന്തായാലും അത് റിപ്പീറ്റേറ്റീവ് ആയിരിക്കും. പക്ഷെങ്കിൽ അങ്ങനെ ഇരിക്കെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, ആ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ആ പ്രൊജക്റ്റിലോ ജോബിലോ ഏതെങ്കിലും ഒരു കാര്യം ഒരു അസൈൻമെൻറ്റിൽ നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും അവിടെ പ്രസൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും നിങ്ങൾ ഉണ്ടാക്കണം. അതൊരു റിവ്യൂ ആയിരിക്കും, മേ ബി അനാലിസിസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു റുട്ടീൻ ടാസ്കിന് ഡിഫറെൻറ്റ് ഏരിയയിലോ അല്ലെങ്കിൽ ന്യൂ ഏരിയ ആയിട്ടും നിങ്ങൾ വർക്ക് ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്താലുള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഇവിടെ ആർട്ടിക്കിൾഷിപ്പ് പീരീഡിൽ പഠിക്കാനും വളരാനുമായിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. സോ try to do this and do not keep your knowledge stagnant. Knowledge means because you are studying, so you have a knowledge, you are imbibing that knowledge. So when you are applying, just don't keep it or limit to certain extent what you have worked. ആദ്യം ജോലി ചെയ്തിട്ട് റിപ്പീറ്റേറ്റീവ് ആയ വർക്ക് വരെ നിങ്ങൾ ലിമിറ്റ് ചെയ്ത് നിൽക്കാതെ, you have to keep stepping one work area ahead. Continuously keep improving yourself and try to build as much as exposure. അപ്പോൾ ഈ ട്രാക്കറും ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാതെ നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾ എങ്ങനെയാണ് ഗ്രോ ചെയ്ത് വരുന്നതെന്നുള്ളത്. എത്രയാണ് നിങ്ങൾക്ക് എക്സ്പോഷർ വരുന്നത്, എത്ര നോളജാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, അതൊക്കെ നിങ്ങൾക്ക് ഇൻ ദ ഏരിയ ഓഫ് ആർട്ടിക്കിൾഷിപ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഹൗ ഡു യു ബിക്കം ആൻ എക്സ്പേർട്ട്? One becomes an expert only when they take this small baby steps every day at each of your projects. It is only then you will be able to become an expert. ചെറിയ സ്റ്റെപ്സ് എടുത്തിട്ടാണ് നിങ്ങളൊരു എക്സ്പെർട്ട് ലെവലിൽ എത്തുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റേറ്റീവ് ആയ ടാസ്കും പിന്നെ അതിൻ്റെ മുകളിൽ അഡീഷണൽ ടാസ്കും പൈലപ്പ് ചെയ്ത് പതുക്കെ വരുമ്പോഴാണ് നിങ്ങൾക്ക് എക്സ്പെർട്ട് ആവാൻ സാധിക്കുന്നത്. അടുത്ത പോയിന്റ്, ഗെറ്റിംഗ് ഫീഡ്ബാക്ക്. റെഗുലർ ആയിട്ടുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ സീനിയേഴ്സിൻ്റെ അടുത്തുനിന്നും നിങ്ങളെ ബോസസിൻ്റെ അടുത്തുനിന്നും നിങ്ങളെ ലൈൻ മാനേജറിൻ്റെ അടുത്തുനിന്നും എന്തായാലും നിങ്ങൾ എടുക്കണം. വെൻ യു ആർ സ്റ്റാർട്ടിംഗ് വിത്ത് എ പ്രൊജക്റ്റ്, മേക്ക് ഷുവർ ദാറ്റ് യു ആൻഡ് യുവർ സീനിയർ ആർ അലൈൻഡ്. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, ഇതുവരെ ചെയ്തത് ശരിയാണോ, ഇനി എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സീനിയറായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ അലൈൻ ചെയ്യണം. ഞാൻ അലൈൻ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താണ് രണ്ടുപേരും കൂടിയും ചിന്തിക്കുന്നത് അത് ഒരേ പേജിലായിരിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. So have a conversation on the areas that you are responsible for and things that you hope to learn. എന്താണ് നിങ്ങൾ അവിടുന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ആസ്ക് യുവർ സീനിയേഴ്സ് ഫോർ എനി അഡീഷണൽ റെസ്പോൺസിബിലിറ്റി. അങ്ങനെ ട്രൈ ടു പ്രൂവ് യുവർ സെൽഫ് അറ്റ് ദാറ്റ് പർട്ടിക്കുലർ പ്രൊജക്ട്. ഓൾവേസ് ഗെറ്റ് ഫീഡ്ബാക്ക് അറ്റ് ദ ബിഗിനിങ്. ഒരു പ്രൊജക്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രൊജക്റ്റിൻ്റെ തുടക്കത്തിലും നടുവിലും ആസ് വെൽ ആസ് എൻഡ് ഓഫ് ദ പ്രൊജക്ട്, ലൈക്ക് ഹൗ യു ആർ ഡൂയിങ്, ഇംപ്രൂവൈസ് ഓൺ ദാറ്റ് പ്രൊജക്ട്, and how to improvise on this project. ഇതായിരിക്കണം നിങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ ഈ ഫീഡ്ബാക്ക് എടുക്കുന്നത് മാത്രമല്ല, സോ ഗെറ്റിംഗ് ദ ഫീഡ്ബാക്ക് ഈസ് നോട്ട് ഓൺലി ദ തിങ്, യു ഹാവ് ടു ആക്ട് ഓൺ ദാറ്റ് ഫീഡ്ബാക്ക് ആൻഡ് ദാറ്റ് ഈസ് വെരി മച്ച് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ ഫീഡ്ബാക്ക് തരിക എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഇതൊക്കെ ചെയ്യല്ലേ. അപ്പോൾ ആരെങ്കിലും അതിനകത്ത് ഫീഡ്ബാക്ക് വളരെ ക്രിറ്റിസിസമായിട്ട് അല്ലെങ്കിൽ വളരെ റൂഡായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡോണ്ട് ടേക്ക് ദാറ്റ് ഫീഡ്ബാക്ക് ആസ് എ ക്രിറ്റിസിസം. യൂസ് ദാറ്റ് ടു ഇംപ്രൂവ് യുവർ സെൽഫ് ഓൺ എ പർട്ടിക്കുലർ ഏരിയ ഓർ പ്രൊജക്ട്. അതൊരു പർട്ടിക്കുലർ ഏരിയയും നിങ്ങൾക്ക് പ്രൊജക്റ്റിലും അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലും ഗ്രോത്ത് ചെയ്യാൻ അതിന് ഉപകാരപ്പെടും. So once you have finished an engagement or finished with a project or an assignment, so make sure you get a final feedback
ഫ്രം യുവർ സീനിയർ. ഓക്കെ, ഇത് പറയുമ്പോൾ തന്നെ വിചാരിക്കും, ഓക്കെ നിങ്ങൾക്ക് ഈ ബോസിനെയും നമ്മളെ സീനിയേഴ്സിനെയും നിങ്ങൾക്ക് അറിയട്ടല്ലേ, അവരുടെ അടുത്ത് നിങ്ങൾ ചെന്നേച്ചാൽ മതി ഈ കൺവേഴ്സേഷനുമായിട്ട് ഫീഡ്ബാക്ക് എടുക്കാൻ. അല്ലേ തന്നെ ഓരോന്നോരോന്ന് പറഞ്ഞിട്ട് അവരിതാക്കുവാണ്. അപ്പം ഈ പറഞ്ഞ ആറ്റിറ്റ്യൂഡൊക്കെ അത് അവരുടെ ആറ്റിറ്റ്യൂഡാണ്. ലെറ്റ് ദം കീപ് വിത്ത് ദാറ്റ്. ബട്ട് യു ട്രൈ ടു മെയിൻറ്റെയിൻ ദിസ് ആറ്റിറ്റ്യൂഡ്. ഞാൻ എന്താണെന്നും ഞാൻ ഇങ്ങനെയാണെന്നും ഇങ്ങനെയാണ് ഞാൻ ഗ്രോ ആവുന്നെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ദിസ് വിൽ ഹെൽപ്പ് യു ഗ്രോ ആൻഡ് ഹാവ് എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് everyone. Okay, അപ്പോൾ ഫീഡ്ബാക്ക് എടുക്കുക at the start, at the beginning, at the end, and as well as the final feedback. Its final feedback is it's about the work you did, how did you do it, and how can we do it. അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ they get a trust building exercise കൂടിയാണ് ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. തീർച്ചയായിട്ടും അവർ തരുന്ന ഫീഡ്ബാക്കിൻ്റെ മുകളിൽ നിങ്ങൾ വർക്ക് ചെയ്യണം. അടുത്തത് ഹൗ ടു ബിൽഡ് യുവർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് IT സ്കിൽസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ട്രൈ ആൻഡ് ബിൽഡ് സം ടൈപ്പ് ഓഫ് സ്കിൽസ് സച്ച് ആസ് ഒരു സോഫ്റ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആസ് വെൽ ആസ് യുവർ IT സ്കിൽസ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പം നിങ്ങൾ എങ്ങനെയാണ് മെയിൽ അയക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഫേസ് ടു ഫേസ് സംസാരിക്കുന്നത്, ഇതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക. ഞങ്ങൾ എന്തായാലും ഒരു സ്ഥലത്ത് ജോലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു എക്സ്പോഷർ കിട്ടുമ്പോഴാണ് നമുക്കിത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുക. അല്ലാതെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര വീഡിയോസ് കണ്ടാലും, ടെഡ് വീഡിയോസ് കണ്ടാലും, അല്ലെങ്കിൽ അതൊക്കെ എന്തായാലും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇഫ് യു ആർ ഗെറ്റിംഗ് ടൈം, യു ഷുഡ് ഡെഫിനറ്റ്ലി ഡു. യു ആർ റീഡിങ് ന്യൂസ് പേപ്പേഴ്സ്, യു ആർ ഡൂയിങ് മെനി തിങ്സ്. ബട്ട് it is very important that you observe your seniors, your partners, so it will help you, because you have to be very sharp in dealing with your clients and make sure you are able to communicate your message clearly. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചിലപ്പം പറഞ്ഞത് ചിലപ്പോൾ അവർക്ക് മനസ്സിലായില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ല എന്ന് തോന്നുമ്പം അങ്ങനെയുള്ള അവസ്ഥയുണ്ടാവും. സോ ടു റെഡ്യൂസ് ദാറ്റ്, just do more practice. The better way is like observing, listening, reading, അതിനെ apply ചെയ്യുക. Okay, apply ചെയ്യുക. Maybe acting will also help you, in front of mirror and all, but applying when you work, it is more important. അപ്പോൾ നിങ്ങളൊരു വർക്ക് പേപ്പർ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളൊരു ഇമെയിൽ നിങ്ങളുടെ ടീം മെമ്പറിന് അയക്കുമ്പം അത് വളരെ പ്രോപ്പറായിരിക്കും. in a prim and proper, crisp ആയിട്ട് എഴുതാനും പറ്റണം. In such a way, people are able to rely on the word and your work. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ വേർഡ് അല്ല കുറേ നിറച്ച് എഴുതാതെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ they will rely on your word and your work. Similarly, IT സ്കിൽസിനെ പറ്റി പറയുമ്പോൾ ബേസിക് ആയിട്ട് അറിയേണ്ടതെന്ന് വെച്ചാൽ MS Excel നിങ്ങൾക്ക് എന്തായാലും അറിയേണ്ടതാണ്. മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്തായാലും നിങ്ങൾക്ക് അറിയേണ്ടതാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ പുതിയ ഫോർമുലാസും അറിയുന്ന ഫോർമുലാസും ഷോർട്ട് കട്ട് കീസും എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം എന്തെങ്കിലും അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ എവിടെയും യൂസ്ഫുൾ ആയി വരുന്നുണ്ടെങ്കിൽ വേഗം ഗൂഗിൾ ഔട്ട് ചെയ്തിട്ട് ഷോർട്ട് കട്ട് കീസ് വരെ ഫോർമുലാസ് മനസ്സിലാക്കി വെക്കും. ആൻഡ് എവറി ടൈം ഐ യൂസ് ടു അപ്ലൈ ആൻഡ് ലേൺ സംതിങ് ന്യൂ ആൻഡ് അപ്ലൈ റിപ്പീറ്റഡ്ലി. ആൻഡ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സ്പീഡ് ഡെഫിനറ്റ്ലി ഇൻക്രീസ് ആവും. അതിനോടൊപ്പം തന്നെ യു ഫീൽ മച്ച് കോൺഫിഡൻറ്റ് ഇൻ ഡെലിവറിങ് വാട്ട് യു ആർ സപ്പോസ് ടു ഡെലിവർ. കുറച്ചുകൂടി കോൺഫിഡൻസ് ഉണ്ടാവും, ബിക്കോസ് ക്വിക്ലി യു ആർ ഏബിൾ ടു ഡു ഇറ്റ്. ദിസ് വിൽ ഹെൽപ്പ് യു ലോട്ട്. അടുത്ത പോയിന്റ്, ഹാവ് എ മെന്റർ ടു ഗോ ടു ഓർ മേ ബി മൾട്ടിപ്പിൾ മെന്റർ ടു ഗോ ടു. ഓക്കെ, ഈ മെന്റേഴ്സിന്റെ ഡിസ്കഷനൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ലിങ്ക്ഡിൻ വേൾഡിലൊക്കെ വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ഇത് ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു. ബിക്കോസ് മെന്റർ എന്നുള്ള വേർഡ് അന്നേരമാണ് ഉള്ളത്, അതിൽ മുന്നേ ഉണ്ടായിരുന്നു, ബട്ട് ഇറ്റ് വാസ് നോട്ട് മച്ച് പോപ്പുലറൈസ്ഡ്. ബട്ട് പീപ്പിൾ ഡെഫിനറ്റ്ലി യൂസ് ടു ഗോ ടു എ മെന്റർ. ഒരു ഗുരു പോലെ തന്നെയാണ് ഈ മെന്റർ. ഓക്കെ, ആ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഒരൊറ്റ ഒരാളായിരുന്നു. അയാളുടെ തന്നെ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടും അയാളുടെ അടുത്ത് മാത്രമേ പോകാറുള്ളൂ. പക്ഷേങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ഓരോ കാര്യങ്ങളിലും നിങ്ങൾക്ക് ആരാണ് ഗുരുവായിട്ട് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പം ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് അപ്പോയിന്റിങ് എ ട്യൂഷൻ ടീച്ചർ ടു ഓർ ഗെറ്റിംഗ് എ കോച്ച്. ഓക്കെ, ബട്ട് ഇമ്പോർട്ടൻസ് ഓഫ് മെന്റർ ഇസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് one person who is a little bit senior to you, who can guide you, who can give you advice, the person you can count on. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മാനറിൽ പറഞ്ഞാലും നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നുള്ള ഒരാളാണ് നിങ്ങളെ മെന്റർ.
Okay, it doesn't have to be just one person, it can be multiple person during the course of time, and make sure they are seniors. അവർക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റും നല്ലൊരു ഡയമെൻഷണൽ വ്യൂ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ സജഷൻസ്, അവരുടെ അഡ്വൈസ് നിങ്ങൾക്ക് വാല്യൂബിൾ ആയിരിക്കും എന്നുള്ള ഒരു അവരുടെ ഗൈഡൻസിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഇതിലാണ് നിങ്ങൾ മെൻറ്ററിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യേണ്ടത്. അതാണ് ഈ പോയിന്റ്. അടുത്ത പോയിന്റിലേക്ക് പോവാം. ദാറ്റ് ഈസ് ബിൽഡിംഗ് സ്ട്രോങ് റിലേഷൻഷിപ്പ്. ഓക്കെ, ഞാൻ തീർച്ചയായിട്ടും അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ അത്രയായിട്ട് ശ്രമിച്ചില്ല, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. ഒരു ജോബ് ഞങ്ങൾക്ക് അവിടെ പഠിക്കണം, അത് മനസ്സിലാക്കണം, അത് ചെയ്ത് കഴിഞ്ഞു നേരെ അവിടെ നിന്ന് എണീറ്റ് പോവുമായിരുന്നു. ഓക്കെ, ഇത്രയും മനസ്സിലായ കാര്യങ്ങൾ അങ്ങനെയൊക്കെ. ഞാൻ നേരത്തെയും പറഞ്ഞില്ല, ഞാനൊരു ലോങ് ബുക്കിൽ ചിലതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു, അത് കഴിഞ്ഞ് പിന്നെ ട്രാക്കും കിട്ടിയില്ല, അത് ലോസ്റ്റ് ഔട്ട് ആയിപ്പോയി. അപ്പം ഒരു ജസ്റ്റ് ആൻ എക്സാമ്പിളാണ്. അപ്പം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രീവിയസ് ടിപ്പിൻ്റെ മുകളിൽ തന്നെ ബിൽഡ് ചെയ്തൊരു പോയിൻ്റാണ് ബിൽഡിംഗ് സ്ട്രോങ് റിലേഷൻഷിപ്പ്. യു ഹാവ് ടു ഇംപ്രൂവ് ഓൺ ദിസ് ഏരിയ. It is building relationship not just with your seniors, clients, but also with your colleagues in your organization. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും അവരവരുടെ ടാസ്ക് കൊടുത്തു ചെയ്ത് പെൻ ഡ്രോപ്പ് സൈലൻ്റ് ആയിട്ടാണ് ഒരു CA ഫേമിൽ ജോലി ചെയ്യുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ ജോലി ചെയ്യുക, വേറൊന്നും കാര്യങ്ങളിൽ ഇൻട്രാക്ട് ചെയ്യുന്നില്ല, ആരുമായിട്ട് ഇൻ്റർമിങ്കിൾ ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ആഫ്റ്റർ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ, ഞങ്ങൾ വേറെ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു MNCയിലൊക്കെ പോകുമ്പം യു ആർ നോട്ട് ഇൻട്രാക്ടിങ് വിത്ത് പീപ്പിൾ, ഒരു ഇൻഫോർമൽ ഡിസ്കഷൻ ഇല്ലാത്തോളം കാലം നിങ്ങൾക്ക് വർക്ക് കൾച്ചർ മനസ്സിലാവില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് സീക്ക് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് തന്ന ടാസ്ക് നിങ്ങൾ ചെയ്യണം, അത് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഒരു പുതിയ ടാസ്ക് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ചെയ്യണം ആരെങ്കിലും പറഞ്ഞു തന്നില്ലെങ്കിൽ മനസ്സിലാവില്ല. സോ യു ആർ ഒരു ആൻസൈറ്റി, ഒരു ഡിപ്രഷനൊക്കെ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. And you curse yourself. Instead of that, if you have good relation discussion with your colleagues and all, it helps. Other work wise ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലാവാം, anything. So it helps being healthy. അപ്പോൾ you can build a relationship how? By participating in the team events, social events, organizing social events. അപ്പം ഞങ്ങൾ ഓക്കെ, ഇത്ര വലിയ വലിയ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഇൻട്രാക്ഷനിൽ ബിൽഡ് ചെയ്യാൻ പറ്റും സ്ട്രോങ് റിലേഷൻ? നോ. രാവിലെയും പോയി എല്ലാവരെയും ഗ്രീറ്റ് ചെയ്യുക, അവിടെ പോയിട്ട് വരിക. അപ്പം ഇങ്ങനെയുള്ള ചില ചിന്താഗതി, ബിക്കോസ് ഐ ഹാവ് ഫേസ്ഡ് ദാറ്റ് വെൻ സം ടൈം വി യൂസ് ടു ഡു, രാവിലെ തന്നെ വന്നിട്ട് എല്ലാവരെയും പോയിട്ട് ചിറ്റാറ്റാണ്, അവനവന് തന്ന ജോലി അങ്ങ് ചെയ്താൽ പോരെ എന്നുള്ള പറയുന്ന ചില ബോസസും ഉണ്ടാവണം. ബട്ട് ഇറ്റ്സ് ഓക്കെ. യു ആർ നോട്ട് വേസ്റ്റിംഗ് ടു മച്ച് ഓഫ് ടൈം. ജസ്റ്റ് അല്ലേ, ഒരു കപ്പ് ഓഫ് കോപ്പിക്ക് വേണ്ടിയിട്ടൊന്നും പുറത്തൊന്നും പോകുന്നില്ലല്ലോ, ഒന്നുമില്ല. ജസ്റ്റ് ഗോ ആൻഡ് ഗ്രീറ്റ് ദം, ഹൗ ഇറ്റ് വാസ്, ഹൗ ഇറ്റ് ഈസ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും, സുഖമല്ലേ, കാര്യങ്ങളല്ലേ, ഒന്ന് അന്വേഷിച്ചിട്ട് വരണം. സോ മേക്ക് ഷുവർ യു കണക്ട് വിത്ത് പീപ്പിൾ. ഓക്കെ, not only on the professional level, other than professional level also you must connect. These relationships will help, and it's very important as you progress in your career. You don't have to be the best friends in your with all your colleagues, but make sure that you do have a friendly and a cordial relationship with most of them. എല്ലാവരുമായിട്ട് ഇങ്ങനെ ഒരു കോർഡിയൽ റിലേഷൻഷിപ്പ് എല്ലാവരുമായിട്ട് ഉണ്ടാക്കണം. ഐ ആം ട്രൂലി ലാക്കിംഗ് അറ്റ് ദിസ് പോയിന്റ്. ഐ ആം ഡെഫിനറ്റ്ലി വർക്കിംഗ് ഓൺ ദിസ് പോയിന്റ്. So another point is on building or developing relationship. This is something you must remember, and stay away from gossiping. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ചില ബോസസ് യൂസ് ചെയ്യുന്ന ഒരു ട്രിക്കും കൂടിയാണ്, അല്ലെ, ഒരു രണ്ടുപേര് സംസാരിച്ചുമ്പോൾ മറ്റവനെ കുറിച്ചുള്ള എന്താണെന്നുള്ള ഒരിത്. ബിക്കോസ് ടു മേക്ക് കോമ്പറ്റേറ്റീവ് ആയിരിക്കണം, മേ ബി ദേ ആർ ട്രൈങ് ടു ഡു ദാറ്റ്. ബട്ട് ഇൻ ദാറ്റ് കേസ് വാട്ട് യു ഹാവ് ടു ഡു ഇസ് ദാറ്റ് സ്റ്റേ അവേ ഫ്രം ഗോസിപ്പിംഗ് അബൌട്ട് അനദർ കലീഗ്. മേക്ക് ഷുവർ ഇഫ് സംബഡി ഈസ് ടോക്കിംഗ്, ആരെങ്കിലും മറ്റൊരു കലീഗിനെ പറ്റി നിങ്ങൾ അല്ലെങ്കിൽ സീനിയറിനെ പറ്റിയോ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലിസൺ ടു ദാറ്റ് ആൻഡ് ഡു നോട്ട് മേക്ക് എനി കമൻറ്റ് or pass any gossip further. ഈ ഗോസിപ്പ്, അവിടെ ഒരു ഗോസിപ്പ് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം പോലും പറയാതെ ജസ്റ്റ് ലീവ് ഇറ്റ് ഔട്ട്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പ് പീരീഡിൽ നിങ്ങൾ ഡീൽ ചെയ്യാൻ പാടില്ല, നിങ്ങളതിനെ വിട്ടുകളയണം. നെക്സ്റ്റ് പോയിന്റ് ഈസ് മെയിൻറ്റെയിനിങ് എ വർക്ക് ലൈഫ് ബാലൻസ്. ഓക്കെ, ലിങ്ക്ഡിനിൽ നിങ്ങൾ ഇന്ന് പോയി കഴിഞ്ഞാൽ ഇന്ന് മെയിൻറ്റെയിനിങ് വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ചുള്ള കുറേ പോസ്റ്റുകൾ കാണാം, വീഡിയോസൊക്കെ കാണാം. ഓക്കെ,
So this is another point that is worth discussing. I didn't follow this one, but I am doing certain things to make on track. വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഓക്കെ ലേറ്റ് നൈറ്റ് ഇരിക്കുക, ലേറ്റ് ഫിനിഷിങ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ചില ഡ്യൂ ഡേറ്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ലേറ്റ് ആയിട്ട് ഇരിക്കേണ്ടി വരും. ഇറ്റ്സ് ഓക്കെ, ഇറ്റ് ഹാപ്പൻസ്. ബട്ട് അതൊരു ശീലം പോലെ ചിലപ്പോൾ ആയി പോകുന്നുണ്ട് ബിക്കോസ് ഓഫ് ദ സർക്കിൾസ് ഓർ സംതിങ് or being or a bad attitude as well. I'll tell you, go home, finish your work on time, wrap it up, go home. It is very important to keep a balance of your social, personal and family life as well. Work is important. Work എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അത് എന്തായാലും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പിലാണ് നിങ്ങൾ ഈ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ യു ഹാവ് ടു ഡു യുവർ ബെസ്റ്റ് ആൻഡ് ഡസൻറ്റ് മീൻ that you have to compromise on your studies, your family, your health or any other area. എന്തെങ്കിലും ഏരിയയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, വേറെ ഏരിയ എന്നിട്ട് നിങ്ങൾക്ക് അവിടെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് വരാൻ പോകുന്നത് ബിക്കോസ് ഓഫ് വർക്കിംഗ് ടു മച്ച്. വർക്കിംഗ് ടു മച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണസ്റ്റ്ലി ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങളൊരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഞാൻ അധികം ശ്രദ്ധിച്ചില്ല, എൻ്റെ ടൈം എവിടെയാണ് പോകുന്നത് ഞാൻ കണ്ടത്. യൂഷ്വലി വർക്ക് അറൗണ്ട് നമ്മളൊരു പ്ലാനിങ് ഇല്ലാതെ, ഒരു ടു ഡു ലിസ്റ്റ് ഇല്ലാതെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ വർക്കൊക്കെ വരുമ്പോൾ എല്ലാം അക്യുമുലേറ്റ് ചെയ്ത് വെച്ച് ടു മച്ച് പ്രഷർ കാരണം ഞങ്ങൾ എന്താ പറയുക, ഒരു ബ്രേക്ക് എടുത്തിട്ട് വരും. പിന്നെ ഇതിനകത്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു കംപ്ലീറ്റ് ചെയ്യണം, മാക്സിമം കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ടൈം ഗോസ് ഓൺ. അപ്പോൾ എവിടെ എത്തി എന്തെത്തി എന്ന് നമുക്കൊരു ട്രാക്ക് കിട്ടില്ല. ആൻഡ് സഡൻലി വി സിറ്റ് ഫോർ ലോങ് അവേഴ്സ് ടു ഡു ദ വർക്ക് ആൻഡ് ദ വർക്ക് ഈസ് ഹാപ്പനിങ് സ്ലോലി. നൗ ഇറ്റ് ഈസ് ലേറ്റ് നൈറ്റ്, നൗ യു ഹാവ് ടു ഗോ ഹോം എന്നുള്ള ചിന്തയിലാണ് ഞങ്ങൾ പോവുക. അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ കഴിയില്ല, കുറേ കാര്യങ്ങൾ കഴിയും. ഓക്കെ, യു ആർ നോട്ട് ഇൻ റൈറ്റ് ഫ്രെയിം ഓഫ് മൈൻഡ്. നിങ്ങൾ വീട്ടിലേക്ക് ഇനി പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും കേൾക്കും, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ പെട്ടുപോകും. സോ മേക്ക് ഷുവർ യുവർ പ്രയോറിറ്റീസ് ആർ സെറ്റ് ആൻഡ് ഓൾസോ കമ്മ്യൂണിക്കേറ്റ് ദാറ്റ് യുവർ സീനിയേഴ്സ്. അപ്പം നിങ്ങൾ ഈ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞാൽ തന്നെ അവർ കേട്ടത് തന്നെ അങ്ങനെയല്ല. നിങ്ങൾ ഈ പറഞ്ഞ സീനിയേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ പറയുമ്പോൾ യു നോ ദാറ്റ് യു ആർ ഗോയിങ് ടു വർക്ക് ഫോർ സേ 12 hours or 9 hours ഇൻ എ ഡേ ആൻഡ് അതിനകത്ത് നിങ്ങളെ ബെസ്റ്റ് നിങ്ങൾ കൊടുക്കും. വേറൊരു കാര്യമില്ല, അവിടെ ഇവിടെയും ഡീവിയേറ്റ് ആവാതെ നിങ്ങൾ ടു ഡു ലിസ്റ്റ് ഇട്ടിട്ട് നിങ്ങളിത് ചെയ്യാൻ പോവാണ്. അപ്പം അൺനെസസറി ബ്രേക്സോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെ യു ആർ ഗോയിങ് ടു വർക്ക് ആൻഡ് വെൻ ഇറ്റ് ഈസ് ടൈം ടു ഗോ ഹോം, ഇറ്റ് ഈസ് ടൈം ടു ഗോ ഹോം. അത് നിങ്ങൾ എന്തായാലും ഈ പ്രയോറിറ്റീസ് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങളും ആ സ്ട്രോങ് ആയിട്ടുള്ള വർക്ക് എത്തിക്ക് നിങ്ങൾ ഫോളോ ചെയ്യുക. സോ ട്രൈ ടു ഡു വിത്ത് ദാറ്റ്. നെക്സ്റ്റ് പോയിന്റ് ഇസ് സ്റ്റഡിങ് ഷുഡ് ബി യുവർ പ്രയോറിറ്റി. യെസ്, കണ്ടിന്യൂഷൻ ടു ദ പോയിന്റ് ഐ ഹാവ് സെഡ് ഏർലിയർ. നിങ്ങൾ വർക്കിൽ മാത്രമല്ല, നിങ്ങളെ പഠിത്തമാണ് നിങ്ങളെ പ്രയോറിറ്റി. ഓക്കെ, അതിനകത്തുള്ള ചില കോൺസും പ്രോസും ഞാൻ പറഞ്ഞുതരാം. ആദ്യം പ്രോസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കീപ് സ്റ്റഡിങ് ആസ് ദിസ് ഈസ് യുവർ അറ്റ്മോസ്റ്റ് പ്രയോറിറ്റി. നിങ്ങളുടെ ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റിയാണ്. യുവർ ആർട്ടിക്കിൾഷിപ്പ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, യുവർ ആർട്ടിക്കിൾഷിപ്പ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓവറോൾ ആർട്ടിക്കിൾഷിപ്പ് ഇസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് യു ആർ ലേണിംഗ് ടു അപ്ലൈ ദാറ്റ് വാട്ട് യു ആർ സ്റ്റഡിങ് ഡ്യൂറിങ് ദ CA കോഴ്സ്. CA കോഴ്സിൽ നിങ്ങൾ എന്താണ് പഠിക്കുന്നത് അത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ബട്ട് യു ഹാവ് ടു റിമെമ്പർ ദാറ്റ് ക്ലിയറിംഗ് ദി എക്സാം ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഫോർ യു ഇറ്റ് ഈസ് ഏബിൾ ടു ടേക്ക് ടൈം ടു സ്റ്റഡി ഈസ് വെരി മച്ച് എസെൻഷ്യൽ. നിങ്ങളെ ക്ലാസ്സസിൽ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളെ ക്ലാസ്സസ് പഠിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. യുവർ സ്റ്റഡിങ് ഓൺ വീക്കെൻഡ്സ് ഷുഡ് ബി ഇമ്പോർട്ടൻറ്റ്. And that should be communicated to your team, your family. And if you don't say it, അവരെന്താണ് അസ്യൂം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നുണ്ട് എവറിത്തിങ്. ഓക്കെ, ആൻഡ് യു ആർ നോട്ട് ഓവർ ബേർഡൻഡ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ടാസ്ക് ഒക്കെ തന്നുകൊണ്ടിരിക്കും. അത് ചിലപ്പം ഓഫീസ് വർക്ക് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഗെറ്റ്സ് ഓവർ ബേർഡൻ. സോ മേക്ക് ഷുവർ സച്ച് സിറ്റുവേഷൻ ഡോണ്ട് അറൈസ് ആൻഡ് യു ഹാവ് ടു സെറ്റ് യുവർ പ്രയോറിറ്റീസ് ഫ്രം ദ വെരി ബിഗിനിങ്. അപ്പോൾ ഈ പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യാതെ ഇപ്പം ഞങ്ങൾ വിചാരിക്കും സ്റ്റഡി ഷുഡ് ബി യുവർ പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ എന്തായാലും പഠിക്കണം എന്ന് വിചാരിക്കും. അപ്പോൾ ഈ ആദ്യം പറഞ്ഞ പോയിന്റ്സ് ഒന്നും നിങ്ങൾ കണക്കിലെടുക്കാതെ you are not communicating with your team, maybe your family also, and you are sitting to study and you are not able to study. People are requesting, let's go out, let's hang out, okay, or there is too much office work. അപ്പോൾ ആ ഓഫീസ് വർക്ക് നിങ്ങൾ എടുത്തു, അവരൊന്ന് പ്രഷർ ഉണ്ട്, അതുകൊണ്ടാണ് ആ പ്രഷർ എടുക്കുകയാണ്. അങ്ങനെ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിത്തത്തിൽ ഒരിക്കലും ശ്രദ്ധിക്കാൻ പറ്റില്ല, ആരും സമ്മതിക്കുന്നില്ല. യു ആർ കോംപ്രമൈസിങ് ഓൺ ദാറ്റ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ദാറ്റ് ഈസ് വൺ തിങ്. അപ്പോൾ ഒരു ഗിൽട്ട് വന്നിട്ട് എങ്ങനെയാണ്, എന്തായാലും പഠിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വെറുതെ ബുക്ക് തുറന്നിരുന്നിട്ട് നിങ്ങളെ വീക്കെൻഡും നിങ്ങളെ ഫ്രീ ടൈമും നിങ്ങൾ അങ്ങനെ അങ്ങ് കില്ല് ചെയ്യും.
അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ എന്താണ്, ഓക്കെ ധാരാളം ജോലിയുണ്ട്, ഇവൻ പഠിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വരും. അങ്ങനെ വരുത്താതെ ജസ്റ്റ് ട്രൈ ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ യുവർ ഓഫീസ് വാട്ട് യു ആർ ഗോയിങ് ടു ഡു ആൻഡ് ടു യുവർ ഫാമിലി മെമ്പേഴ്സ് ആൻഡ് എവറിത്തിങ്. ദ പ്രയോറിറ്റീസ് ആർ ലിസ്റ്റഡ് ഔട്ട്, വെൻ യു ആർ ഗോയിങ് ടു സ്റ്റഡി, ഹൗ യു ആർ ഗോയിങ് ടു സ്റ്റഡി. പക്ഷേങ്കിൽ ടോട്ടൽ ടൈം ഇരുന്ന് പഠിക്കുന്ന ഒരു അവസ്ഥയാക്കാതെ ലിറ്റിൽ ബൈ ലിറ്റിൽ യു മസ്റ്റ് പിക്ക് ഇറ്റ് അപ്പ്. വാട്ട് എവർ അന്ന് പഠിപ്പിക്കുന്നതൊക്കെ അന്ന് തന്നെ തീർക്കുക എന്നുള്ളത് അത്രയേ ഉള്ളൂ. അത്ര തന്നെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ you should always remember that, because clearing the exam is very important, and studying from the very beginning. Studying means you know what to do, how to do. അത് നിങ്ങൾ എപ്പോഴും സെറ്റ് ചെയ്ത് വെക്കുക. അടുത്ത പോയിന്റ്, കീപ് ലേണിംഗ് അബൌട്ട് യുവർ ഇൻട്രസ്റ്റ്. നിങ്ങൾ ഇൻട്രസ്റ്റ്, ട്രൂ ഇൻട്രസ്റ്റ് എന്താണ് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ കുറച്ചുകൂടിയും സമയം എടുക്കേണ്ടി വരും മേ ബി, ബട്ട് യു മസ്റ്റ് കീപ് ലേണിംഗ് അബൌട്ട് യുവർ ഇൻട്രസ്റ്റ്. ഇതും എനിക്ക് ഞാൻ ചെയ്യാത്തൊരു സംഭവമാണ്. മേ ബി ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ മെനി തിങ്സ്, ബട്ട് എല്ലാം കുറച്ച് ഇവിടെ അതിനെ ഫോളോ ചെയ്യും, കുറച്ച് ഇതിനെ ഫോളോ ചെയ്യും, പക്ഷേ ഡീപ്പായിട്ടൊന്നും അറിയില്ല. പക്ഷേങ്കിൽ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഒരു പ്രൊഫഷണൽ ആകുമ്പോൾ. നിങ്ങൾ കുറേ കാര്യത്തിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ചർച്ച വന്നാൽ എന്തെങ്കിലും കുറച്ചൊക്കെ പറയും, അതിനുശേഷം നിങ്ങൾക്ക് അതിനകത്ത് ഡെപ്തായിട്ട് അറിയില്ല. ചിലത് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് ടോട്ടലി അറിയില്ല എന്ന് വെക്കണം, അതും ചെയ്യില്ല. എല്ലാത്തിലും എന്തെങ്കിലുമൊക്കെ കുറച്ചായിട്ട് ഇങ്ങനെ ചകഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് അറിയാമെന്നുള്ള പോലെയാണ് ഉണ്ടാവുക. അങ്ങനെയുള്ള ഒരു കാര്യം തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യണം. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ഡെവലപ്പ് എ ഹാബിറ്റ് ഓഫ് റീഡിങ് തിങ്സ് ദാറ്റ് യു ആർ ഇൻട്രസ്റ്റഡ് ഓർ പാർട്ടിസിപ്പേറ്റ് ഇൻ ഇവൻറ്റ്സ് ദാറ്റ് ഇൻട്രസ്റ്റ് യു. നിങ്ങൾക്ക് എന്താണ് ഇൻട്രസ്റ്റ് ഉള്ളത് അതിൽ മാത്രം. ഓക്കെ, പലതിലും ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഓൾസോ ഓക്കെ. ബട്ട് മേ ബി യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ്, മേ ബി യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ക്ലൈമറ്റ് ചേഞ്ച് ഓർ അഗ്രികൾച്ചർ, ചിലപ്പോൾ സ്പോർട്സിലായിരിക്കും, ലൈക്ക് ക്രിക്കറ്റ് ഓർ ഫുട്ബോൾ, എന്തെങ്കിലും ആയിരിക്കും, എനിത്തിങ്. ബട്ട് മേക്ക് ഷുവർ യു കീപ് റീഡിങ് ഓൺ ദോസ് ആൻഡ് ഹാവ് എ കൺവെർസേഷൻ. നിങ്ങൾ വായിക്കുക മാത്രമല്ല അതിനെക്കുറിച്ച് കൺവെർസേഷൻ. ഇപ്പോൾ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും പൊളിറ്റിക്സിനെ കുറിച്ച് ഒരു വാർത്തയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നന്നായിട്ട് ഡിസ്കസ് ചെയ്യും, അതിൻ്റെ തറവിൽ അറിയായിരിക്കും. ഓക്കെ, I'm just not counting on myself on that, because being in Bombay we are not too much involved in politics, but it's like it is understood, it is cheap politics എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തള്ളിക്കളയുക ചെയ്യുക. We don't go beneath that. ഇൻട്രസ്റ്റും ആയിരിക്കില്ല മേ ബി, ബട്ട് ഇറ്റ്സ് നോട്ട് only about reading about accounting സ്റ്റാൻഡേർഡോ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, അതിനെക്കുറിച്ച് മാത്രമല്ല നിങ്ങൾ അറിയേണ്ടത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് വെരി ക്രൂഷ്യൽ ടു ബി എ വെൽ റൗണ്ടഡ് പേഴ്സൺ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരുന്ന ഏതെങ്കിലും ടോപ്പിക്സിനുള്ള നിങ്ങൾ ഡീപ്പായിട്ട് വായിക്കുക, അറിയുക, അതിനെ ഫോളോ ചെയ്യുക, അതിനെ പ്രാക്ടിക്കലായ എക്സാമ്പിൾസ് എടുക്കുക, അങ്ങനെ. അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ള മനസ്സിലാക്കുമ്പോൾ വേറെയുള്ള ആൾക്ക് ഡിസ്കസ് ചെയ്യുമ്പം ഇറ്റ് ഫീൽസ് വെരി വണ്ടർഫുൾ ദാറ്റ് യു ഹാവ് മച്ച് knowledge and interest about such areas. So make sure you always have such hobbies or interest at your heart, and so it is very important that to be a well-rounded person. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പോയിന്റ്സ് ദാറ്റ് ഐ ഹാവ് ഡിസ്കസ്ഡ്. I really hope this video is very, very beneficial for you. So please don't forget to follow me on LinkedIn and Instagram, and do subscribe the YouTube channel ComradeCA. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും സജഷൻസ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കാവുന്നതാണ്. സോ ഐ വിൽ ബി ബാക്ക് വിത്ത് അനദർ വീഡിയോ, ആൻഡ് അൻറ്റിൽ ദെൻ നിങ്ങൾ എന്തായാലും നല്ല ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക, ഗോൾസ് വിഷ്വലൈസ് ചെയ്യുക, അല്ലേ, അതിനെ എഴുതി വയ്ക്കുക, അതിൻ്റെ മുകളിൽ സ്ട്രോങ്ലി വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെ എന്നും ഒരു ഡെയിലി എക്സസൈസ് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കുക. So until then, stay healthy, stay motivated, and stay connected. And thanks for watching this video.